ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ തിരുവോണത്തോടനുബന്ധിച്ചിട്ടുള്ള തൃക്കാക്കരപ്പന വയ്ക്കുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. കാരണം കുറച്ച് ബിസി ആയിപ്പോയി. ഇത് വീട്ടിൽ ചെയ്തതാണ് ഇപ്രാവശ്യം ഓണത്തിന്. ഞാൻ ഒമാനിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ വീഡിയോ എടുത്ത് അയച്ചതാണ് എനിക്ക്. ഇതിപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലാണ്. തൃശ്ശൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പല ഭാഗത്തും പല രീതിയിലായിരിക്കും. ഇപ്പം ഞങ്ങൾ ചെയ്യണ പോലെ ആയിരിക്കില്ല വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവുക. ഇതിപ്പോൾ അമ്മയുടെ അമ്മ അവർ അങ്ങനെ ഫാമിലി ആയിട്ട് കിട്ടിയിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ ഇതിൽ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൃക്കാക്കരപ്പന വയ്ക്കാനുള്ള 2 ഏരിയ, അതായത് വീടിൻ്റെ ഒന്ന് മുറ്റത്ത് പിന്നൊന്ന് എൻട്രൻസിൻ്റെ അവിടെ, അങ്ങനെയായിട്ടാണ് സാധനം വയ്ക്കുക. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമരിനോട് ചേർന്നിട്ട് മരത്തിൻ്റെ അടുത്ത് ആയിട്ട് വയ്ക്കണമെന്ന് മാത്രം. അല്ലാച്ചുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് മഴ ഉണ്ടെങ്കിൽ, സാധാരണ ഓണക്കാലത്ത് മഴ ഉണ്ടാവാറുണ്ടല്ലോ, മഴ ഉണ്ടെങ്കിൽ വെറുതെ നനഞ്ഞ് കുതിർന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സൈഡിലേക്ക് ആക്കി വയ്ക്കുന്നത്. ഇപ്പോൾ 2 സൈഡിൽ, അതായത് ഒന്ന് ഇപ്പോൾ അമ്മ ചെയ്യുന്ന കണ്ടില്ലേ ആ ഭാഗത്ത്, പിന്നെ ഒന്ന് ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് എൻട്രൻസിലായിട്ട് വയ്ക്കും. അങ്ങനെ അപ്പോൾ മെയിനായിട്ടുള്ള ഭാഗത്ത് 3 തൃക്കാക്കരപ്പനയും എൻട്രൻസിൽ ഒരാളേനും വയ്ക്കും. പിന്നെ കിണറിൻ്റെ പക്കത്ത് ഒരാളും കൂടെ. അങ്ങനെയാണ് സാധാരണ എല്ലാം ഞങ്ങളുടെ ഏരിയയിൽ, അതായത് തൃശ്ശൂർ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ തൃക്കാക്കരപ്പന വയ്ക്കുന്ന പരിപാടിയുള്ളൂ, വേറെ എവിടെയില്ല. ഇതിപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാ വർഷവും അവർ തൃക്കാക്കരപ്പന വയ്ക്കുന്നതല്ല. അച്ഛനെ അതും ഉണ്ടാവില്ലായിരുന്നു. ഓണത്തിൻ്റെ രീതിയിൽ ആഘോഷിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യണമെന്ന് മാത്രമല്ല. അച്ഛന് കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ സ്റ്റൈലിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഓണത്തിൻ്റെ അന്ന് മാത്രം വെച്ചിട്ട് അതെടുത്ത് മാറ്റി കളയണം. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളിപ്പോൾ തൃക്കാക്കരപ്പന ഉത്രാടത്തിൻ്റെ അന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പന എടുക്കും. അതിനുശേഷം 16-ാം മകം വരെ കളയിടും. 16-ാം മകത്തിൻ്റെ അന്ന് മകത്തടീന് വെച്ചിട്ട് പൂജ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഈ ഓണത്തോടനുബന്ധിച്ചുള്ള എല്ലാ പ്രോഗ്രാംസും തീരണത്. അതായത് അത്തത്തിൻ്റെ അന്ന് കളയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 16-ാം മകത്തിൻ്റെ അന്ന്, അതായത് അറൗണ്ട് ഒരു 26 ഡേയ്സ് നമ്മൾ പൂക്കളം ഇടുന്നുണ്ടാവും വീട്ടിൽ. അതുപോലെ ഉത്രാടത്തിൻ്റെ തൃക്കാക്കരപ്പന വെച്ചിട്ട് 5 ഓണത്തിന് തൃക്കാക്കരപ്പന എടുക്കണം. അതിനുശേഷം 16-ാം മകം വരെ കളയിടണം. 16-ാം മകത്തിൻ്റെ അന്ന് വേറെ മകത്തടീന് വെച്ചിട്ട് മകത്തടീനുള്ള പൂജകളും കൊടുത്തിട്ട് അന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് മകത്തടീനെടുത്ത് മാറ്റി അതോട് കൂടിയിട്ട് ഓണത്തോട് കൂടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും തീർക്കുക. അതാണ് സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൃക്കാക്കരപ്പന വയ്ക്കേണ്ട ഏരിയയിൽ ചാണകം മെഴുകി അവിടെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് അതിൽ നാക്കല വെച്ച് അതിൽ തുളസിയും ഇട്ടതിന് ശേഷം അതിൽ 3 തൃക്കാക്കരപ്പന വയ്ക്കും മെയിൻ ഏരിയയിൽ. എന്നിട്ട് അതിൽ പൂജ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂപം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ചൊഴിയും, കർപ്പൂരം, പിന്നെ ജലം, അതുകൊണ്ട് പൂജ കൊടുത്ത് പഴം, പൂവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാളികേരം മാത്രം വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ട് അട ചുട്ടിട്ടെടുക്കണ അട അത് നേദിക്കും. അതിനുശേഷം ഈ സെയിം തന്നെ അപ്പുറത്ത് മറ്റേ എൻട്രൻസിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തും സെയിം തന്നെയാണ് നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ അമ്മേനെയാണ് കാണുന്നത്. അമ്മയും പപ്പയും കൂടിയിട്ടാണ് ഇപ്പോൾ വീട്ടിൽ തൃക്കാക്കരപ്പന വയ്ക്കുന്നത്. അതിപ്പോൾ എല്ലാ പ്രാവശ്യം അവരങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവരാണ് ചെയ്യാറ്. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാനായിരിക്കും ചെയ്യുക. ഇപ്രാവശ്യം വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയും പപ്പയും പെങ്ങളും ബ്രദറിൻ്റെ വൈഫും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ തൃക്കാക്കരപ്പന വയ്ക്കുന്ന ചടങ്ങ്. പലയിടത്തും പല രീതിയിലായിരിക്കും, പക്ഷേ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ആർപ്പും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ തൃക്കാക്കരപ്പന വയ്ക്കൽ ചടങ്ങ് പൂർത്തിയാവും. Hero.